രാഷ്ട്രീയക്കാരനാ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് വെച്ച് മുതലെടുക്കുമോന്നാ എന്റെ പേടി. മിസ്റ്റർ സുകുമാരൻ, എന്റെ മകൾക്ക് കാളയെ ജോലി കിട്ടിയെന്നറിഞ്ഞു. ഐ എം വെരി ഹാപ്പി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് തിരിച്ച് ഞാൻ എന്താ അങ്ങോട്ട് ചെയ്യേണ്ടത്? ഒന്നേ ചെയ്യാൻ പറ്റൂ. സാറിന്റെ മകളെ എനിക്ക് തരിക. നിങ്ങള് എന്താ അനാവശ്യമായി പറയുന്നത്? പ്രകോപിതനാകരുത്. ചുരുക്കി അങ്ങ് പറയാം. ഞാൻ വത്സലയെ സ്നേഹിക്കുന്നു. അതിനേക്കാൾ വത്സല എന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കി. ഇനി സാറിന്റെ നയം വ്യക്തമാക്കണം. ഇതിലെന്തോന്ന് നയം? ഓടുന്ന മിനിസ്റ്ററാണ് നമുക്ക് ആവശ്യം. മന്ത്രിയെ പറ്റി തന്നത് പോരാ. രണ്ടു കൊടുക്കാൻ കഴിവുള്ളവരാണ് നമുക്ക് വേണ്ടത്. പക്ഷെ എനിക്ക് വെയിറ്റ് പോരാ. എന്താടാ മന്ത്രിയുടെ കൈ പൊങ്ങില്ലത്? ഇത് വട്ടല്ല അല്ലേ? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മതിയായ ഉത്തരം തന്നേ പറ്റൂ. നിങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് കുപ്രസിദ്ധി ആർജിച്ച ഒരു ലോഡ്ജിൽ അന്തി ഉറങ്ങി. സഞ്ചരിക്കാൻ ചേർക്കാറുള്ളപ്പോ നിങ്ങൾ റോഡിൽ കൂടി സ്കൂട്ടർ ഓടിച്ച് ബീച്ചിൽ ചെന്ന് തല്ലുണ്ടാക്കി. അതും ഒരു പത്രക്കാരനുമായിട്ട്. എന്താ നിങ്ങളുടെ സമനില തെറ്റിയോ? ഭരണകാര്യങ്ങളിൽ അല്പ യൗവനം കടം തരണമെന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഇതിനൊന്നുമല്ല. നിങ്ങളുടെ വകുപ്പിൽ അടിയന്തരമായി തീരുമാനിക്കേണ്ട എത്ര ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ ഞാൻ ഇനി മറ്റൊരു മന്ത്രിയെ കൂടി നിയമിക്കണോ? പറയൂ. നിങ്ങൾക്ക് കുടുംബപരമായി രസക്കേടുകളുണ്ടെന്ന് പലരും പറയുന്നു. പക്ഷെ അതൊന്നും ഭരണത്തെ ബാധിക്കാൻ പാടില്ല. 28-ാം വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ടവരാണ് ഞാൻ. പക്ഷെ ഈ 72-ാം വയസ്സിലും ഭരണത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കുവാൻ എനിക്ക് കഴിയുന്നു. നിങ്ങൾക്കൊന്നിന് കഴിയണം. നിങ്ങളൊരു മന്ത്രിയാണ്. ഒരു മന്ത്രിപദം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ സാധിക്കണം. അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണ് എന്നുള്ള അംഗീകാരം നേടണം എന്നർത്ഥം. നിന്റെ പ്രയാസം അമ്മയ്ക്കറിയാം. നിന്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, നാട്ടുകാരെ മുഴുവൻ ആഹ്വാനം ചെയ്ത് മടങ്ങി വരുമ്പം, ഭാഗീരഥി, നിന്റെ ഐശ്വര്യമുള്ള മുഖം വാതുക്കലൊന്ന് കാണണമെന്ന്. അമ്മ വാവയൊന്ന് പോയി കണ്ട് സംസാരിച്ചാലോ? എന്നാലും നീ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞല്ലോടാ. നിന്റെ അച്ഛന്റെ അമ്മ എന്നോട് ചെയ്തതുപോലൊന്നും ഞാൻ നിന്റെ ഭാര്യയോട് ചെയ്തിട്ടില്ല. എന്നിട്ട് നീ പറഞ്ഞല്ലോടാ ഞാൻ അവിടെ കാല് പിടിച്ച് കൊണ്ടുവരണമെന്ന്. അമ്മേ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ വെറും മന്ത്രിയാ. നിനക്ക് എവിടെ വേണേലും തല ഉരിക്കാം. പക്ഷേ ഞാൻ മന്ത്രിയുടെ അമ്മയാ. എനിക്കൊരു ഇഞ്ച് പോലും താഴാൻ പറ്റത്തില്ല കുഞ്ഞെ. പിന്നെ ഒരു സംഗതി കൂടി അമ്മ പറഞ്ഞേക്കാം. ഭാര്യയുമായി പണങ്ങുന്നത് വലിയ കാര്യമല്ല. പക്ഷേ നീ നിന്റെ മോനെ കാണണം. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കളങ്കമില്ല. അവിടെ നമ്മളായിട്ട് കളങ്കം ഉണ്ടാക്കരുത്. എത്ര നാളായി നീ നിന്റെ മോനെ കണ്ടിട്ട്? നാളെ തന്നെ പോയി അവനെ കാണണം. മനോജ്, തന്നെ കാണാൻ ഡാഡി വന്നിരിക്കുന്നു. എനിക്ക് കാണണ്ട. മിനിസ്റ്ററുടെ മകൻ ഞങ്ങളുടെ സ്കൂളിലാണ് പഠിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എങ്ങനെയുണ്ടോ പഠിക്കാൻ? ഹീസ് എ സ്മാർട്ട് ബോയ്. മനോജ് വരൂ, ഡാഡി വിളിക്കുന്നു. എനിക്ക് കാണണ്ട. നല്ല കുട്ടികൾ ഇങ്ങനെയാണോ വേണ്ടത്? പപ്പ എന്താ മമ്മിയെ കാണാൻ വരാത്തെ? ഫാദർ, മനോജ് ഇന്ന് എന്തായാലും ഡാഡിയെ കാണില്ലെന്ന് വാശി പിടിച്ചിരിക്കുക. ഡോണ്ട് വെറി. ചില കുട്ടികൾ അങ്ങനെയാ. പേരൻസിനെ കാണാൻ മടി കാണിക്കും. അത് സ്നേഹ കൂടുതലുണ്ടാ. കൊച്ചവനെ കാണണ്ടെന്ന് പറഞ്ഞെങ്കിൽ
അത് അവള് പറഞ്ഞു തിരിക്കുക. തിരുക്കും തിരുക്കും. എന്റെ വൈഫ് അതെ, സമയം കിട്ടിയ അപ്പ തിരുക്കും. തള്ളമാർക്ക് തന്തമാരോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു ആയുധമാണല്ലോ കുഞ്ഞുങ്ങൾ. അതെ അതെ. പക്ഷേ അവൾ അത് ചെയ്തെങ്കിൽ തെറ്റാ. എന്താ തെറ്റാണ്? പുള്ളിക്ക് മനസ്സിന് നല്ല പ്രയാസമുണ്ട്, അതാണ് നേരത്തെ കയറി കിടന്നത്. അതവന്റെ അച്ഛനും അങ്ങനെ തന്നെ. മനപ്രയാസം വന്ന അപ്പ കയറി കിടക്കും. പക്ഷേ ഞാൻ ഇന്നൊരു തീരുമാനമെടുത്തു. അവിടെ കുഞ്ഞിന് എന്റെ കുഞ്ഞിനെ കാണണ്ടായെങ്കിൽ ഇനി എന്റെ കുഞ്ഞിന് അവളെയും കാണണ്ട. പാക്കെടുക്കണോ, വാ തുറന്നിരിക്കാതെ. മോനെന്താ പപ്പയെ കാണാഞ്ഞത്? മോന്റെ പപ്പയല്ലേ? പപ്പ എന്താ മമ്മിയെ കാണാൻ വരാത്ത? പപ്പയ്ക്ക് എങ്ങനെയാ മമ്മി ഇവിടെ വന്ന് കാണാൻ പറ്റുക? പപ്പ വലിയ മന്ത്രിയല്ലേ? എനിക്ക് മന്ത്രിയെ കാണണ്ട, പപ്പായെ കണ്ടാ മതി. നിങ്ങളൊരു മന്ത്രിയാണ്. ഒരു മന്ത്രിപദം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. നയാ പൈസക്ക് പോക്കില്ലാത്ത താനാണോടോ എന്റെ പ്രതിപക്ഷം? പാർട്ടി സുഖമായിട്ടിന് മുതലെടുക്കാണ്, അതറിയുന്നില്ല. പപ്പ എന്താ കാറ് വാങ്ങാത്ത? കാശില്ലാഞ്ഞിട്ടാ? പപ്പ ഒരു കാറ് വാങ്ങണം, അതിലെനിക്ക് സ്കൂളിൽ പോണം. നയാ പൈസ വരണ്ടോടോ എന്റെ യൂണിഫോർമിന്? അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണ് എന്നുള്ള അംഗീകാരം നേടണം എന്നർത്ഥം. മനസ്സിലായോ? നിങ്ങൾ രാവിലെ ഇവിടെ പോയി? അമ്മ പറഞ്ഞ അമ്പലത്തിൽ പോകുമ്പോ കൂടെ ചെല്ലണോ? അത് നിങ്ങളുടെ ഡ്യൂട്ടി പെടാണോ? ഇല്ല. സല്യൂട്ട് ചെയ്തോ? പോയിക്കോളൂ. ഡ്യൂട്ടിയിൽപ്പെട്ടതല്ല, പക്ഷെ നിന്റെ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ അയാൾക്ക് കൂടെ വരാം. പണ്ടത്തെ മാതിരി അല്ല. നിന്റെ ഈ ഉയർച്ച കാരണം എനിക്ക് ചുറ്റും അസൂയക്കാരി ശത്രുക്കളുമാണ്. അമ്മേ, അമ്മ ഒന്ന് മനസ്സിലാക്കണം. ഇത് സ്റ്റേറ്റ് കാറാണ്. അമ്മയുടെ സുകുമാരൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. മേലാരിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും സർക്കാർ വണ്ടിയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയോ ഉപയോഗിക്കരുത്. എന്നാലും നീ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞല്ലോ സുകുമാര. ഇങ്ങനെ പറയാൻ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്? കുടുംബം വേറെ ഭരണം വേറെ എന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ധീരതയോടെ ഭരിച്ചോളൂ എന്ന് അമ്മയല്ലേ അന്ന് എന്നെ ഉപദേശിച്ചത്. ഞാൻ ധീരതയോടെ ഭരിക്കാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൽപ്പം കിടന്ന കൈയായിപ്പോയി. അമ്മയോട് നിങ്ങൾ ഇവിടുത്തെ കുക്കാണ്, ആ സ്ഥാനത്ത് നിന്നാ മതി. താണുള്ള സാറിന്റെ കാലം മുതല് ഇന്ന് വരെയുള്ള ഒരു മന്ത്രിമാരും എന്റെ മുഖത്ത് നോക്കി കുക്കെന്ന് വിളിച്ചിട്ടില്ല. അതിന് കാരണം തന്റെ തറവാടിത്വവും പാരമ്പര്യമൊന്നുമല്ല. തനിക്ക് കുക്കിങ്ങിനെ പറ്റി ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ടാ. ഇത് മൂത്തിരിക്കുക. ഞാൻ എന്റെ പാട്ടിന് പോയേക്കാം. ഇവിടെ കണ്ട അലവലാദികളെയൊക്കെ വിളിച്ചു കയറ്റി കുട്ടിച്ചോറാക്കട്ടെ. സർവന്റ് ആയിരിക്കല്ലേ? നോ, ഐ ആം നോട്ട് സർവന്റ്. ഐ ആം മദർ ഓഫ് മിനിസ്റ്റർ. ഇഡിയറ്റ്. ആഹാ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? കാര്യം പറഞ്ഞില്ലേ? മിനിസ്റ്റർക്ക് താല്പര്യമില്ല. മിനിസ്റ്റർ ഒരു തീരുമാനം എടുത്താ പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാ. ഫോൺ ഒന്നാമത് ഈ പെമ്പിള്ളേര് മാത്രം പഠിക്കുന്ന കോളേജിൽ ഉദ്ഘാടനം ചെയ്യാൻ വരാന്ന് വെച്ചാ അത് മിനിസ്റ്ററുടെ സ്റ്റാറ്റസിന് വളരെ മോശമാണ്. നിങ്ങൾ വല്ല സിനിമാതാരങ്ങളെ പോയി നോക്ക്, അവരാണെങ്കിൽ ഒരു ചാൻസ് നോക്കി നടക്കാം. അതവിടെ കിടന്നിരിക്കട്ടെ. ഞാൻ ആദ്യം ഇവരെ ഒന്ന് പറഞ്ഞേക്കട്ടെ. മിനിസ്റ്റർ ഉദ്ഘാടനത്തിന് പ്രശ്നമില്ല, നിങ്ങൾ പോണം. ഞങ്ങൾ ആനയെ കാണാൻ വന്നതാണ്. ആനപ്പിണ്ടത്തെ കണ്ട് മടങ്ങാൻ പറ്റുമോ? അത് ശരി, മിനിസ്റ്റർ ആന, ഞങ്ങൾ വെറും പിണ്ടങ്ങള്. എന്നാലേ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. മിനിസ്റ്റർ ഇപ്പൊ എഴുന്നേക്കണം, കുളിക്കണം, ചിരിക്കണം, എന്ത് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. മിനിസ്റ്ററുടെ തീരുമാനം ഞങ്ങൾ അറിയിക്കുകയാണ്. ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ മിനിസ്റ്റർ വരുന്ന പ്രശ്നമില്ല. ആരോട് ചോദിച്ചിട്ടാ അങ്ങനെ പറഞ്ഞത്? അന്ന് വന്നപ്പോ മിനിസ്റ്ററാണുള്ള കുട്ടിയെ പറഞ്ഞു വിട്ടത്. അതന്ന്. ഇന്ന് ആ നയം മാറാൻ പാടില്ലെന്നുണ്ടോ? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആ ഗോൾഡൻ ജൂബിലി ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യണം. 24 മണിക്കൂറിനകം അനുകൂലമായ മറുപടിയുമായി റിപ്പോർട്ട് ചെയ്യണം. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. ഇനി ഇതും പറഞ്ഞതിന്റെ പുറകെ നടക്കണ്ട. ഞങ്ങളുടെ കോളേജ് ഫംഗ്ഷന് നിങ്ങളുടെ മന്ത്രി വേണ്ട. നിങ്ങൾക്ക് വേണ്ടായിരിക്കും, പക്ഷെ മന്ത്രിക്ക് വേണം. അതിനാ ഞങ്ങളെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ വല്ല സിനിമാ താരങ്ങളെ നോക്കിക്കോളാം. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കുട്ടി അങ്ങ് ക്ഷമിച്ചാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഒരു മന്ത്രിക്ക് ഇത്രയ്ക്ക് ചീപ്പാവാൻ പറ്റുമോ? അത് ഇപ്പൊ ഇത്രയും ചീപ്പായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും ചീപ്പാവും. അപ്പൊ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ